Good afternoon, all. Good afternoon, ma'am. Okay, class start ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ആയിരുന്നു. ജസ്റ്റ് നമ്മളൊന്ന് തുടങ്ങി വെച്ചായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഒരു ജനറൽ പറയുന്ന ഒരു മോഡലിനെ കുറിച്ചാണ്. Job characteristics model is one of the most influential attempt to design job with increased motivational properties. Hackman and Oldham, 1975, proposed by Hackman and Oldham. The model describes 5 core job dimensions leading to 3 critical psychological states resulting in work-related outcomes. ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞായിരുന്നോ? അവിടെ വരെ പറഞ്ഞു തോന്നണം അല്ലെ? 5 ടൈപ്സ് ഏതൊക്കെയാണോ സവിശേഷതകൾ അതുവരെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില് ജസ്റ്റ് പേര് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഹാക്മാനും ഓൾഡ്ഹാമും ചേർന്ന് 1975 പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് എന്താ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഇത് നമ്മൾ പറഞ്ഞു ഈ മോഡൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ജോബ് ഡിസൈൻ എന്നുള്ളത് ഒരു എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും മോട്ടിവേഷനും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു. അതായത് ഒരു ജോബ് ഡിസൈൻ കൊണ്ട് ആ എംപ്ലോയർക്ക് ഉണ്ടാവുന്ന എന്തെല്ലാം അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഒരു മോഡലിലൂടെ പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് അവർ ഈ ഹാക്മാനും ഓൾഡ്ഹാമും ഈ മോഡലിൽ പറയുന്നത് 5 ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്, 5 പ്രധാനപ്പെട്ട സവിശേഷതകളെ കുറിച്ച്. ദെൻ അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്, മാനസികമായിട്ടുള്ള തലങ്ങൾ എന്തൊക്കെയാണ്, ദെൻ അതിന്റെ ഔട്ട്കംസ്. ഈ 3 കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഈ ഒരു മോഡലിൽ മെൻഷൻ ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമാണ്. ആ ഫ്ലോ ചാർട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. മെയിൻ ആയിട്ട് നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. കാരണം ആ 3 ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്? 5 ക്യാരക്ടറിസ്റ്റിക്സുകൾ പഠിക്കണം. ദെൻ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ് അതിന്റെ 3 എണ്ണം. ദെൻ ഔട്ട്കംസ്. ഈ 3 നിങ്ങളൊന്ന് ഭംഗിയായിട്ട് അതൊന്ന് പ്രോപ്പർ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയത് കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അവര് പറയുന്ന ഈ ഒരു മോഡലില് പ്രധാനപ്പെട്ട ഒരു ജോലിയുടെ 5 സവിശേഷതകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി ആൻഡ് ഫീഡ്ബാക്ക്. എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ക്ലിയർ ഇല്ലാത്തവർ എഴുതി നോട്ട് ചെയ്ത് വെച്ചില്ലേ? വെച്ചായിരുന്നോ? യെസ്, ഓക്കെ. അപ്പോ അതില് സ്കിൽ വെറൈറ്റി. എന്താണ് സ്കിൽ വെറൈറ്റി എന്ന് പറയുന്നത്? ഞാൻ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയുന്നത് കേട്ടോ. അതിനോട്ടൊന്നും ചെയ്ത് വെക്കേണ്ട. നിങ്ങൾ ആ എക്സാക്ട് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാരണം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലോ, കാരണം അത് നോട്ട് ചെയ്യണ്ട എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ആ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സ്കിൽ വെറൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഇപ്പൊ എന്താണ് ഒരു ജോലിയില്ല, നമ്മളൊരു വർക്കിൽ ഇൻക്ലൂഡഡ് ആവുമ്പോൾ ആ എംപ്ലോയർക്ക് ആ ഒരു ജോലി ചെയ്യാനായിട്ട് പലതരത്തിലുള്ള കഴിവുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ? എന്തൊക്കെയാണ് ഇപ്പൊ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്? എക്സാമ്പിള് ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. ചിലപ്പോൾ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ? ദെൻ അതിനോടൊപ്പം തന്നെ എന്താണ് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസ് വേണം അല്ലെ? അപ്പൊ അവിടെ തന്നെ നമ്മുടെ 2 കഴിവുകളാണ്. നമുക്ക് സംസാരിക്കാനുള്ള, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, ദെൻ കമ്പ്യൂട്ടർ സ്കിൽസ്. അപ്പൊ ഒരു ജോലിയില് ഒരു എംപ്ലോയർ നമ്മൾ കുറെ കഴിവുകളൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിനേക്കാണ് സ്കിൽ വെറൈറ്റി എന്ന് പറയുന്നത്. വെറൈറ്റി ഓഫ് സ്കിൽസ് ആണ്. അല്ലാതെ ഒരു കഴിവ് മാത്രമല്ല, ഒരു സ്കില്ല് കൊണ്ട് മാത്രമല്ല നമ്മൾ ഒരു ജോബ് ചെയ്യുന്നത് ഇല്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നിങ്ങൾ ക്ലാസ് എടുക്കും അല്ലെ? ക്ലാസ് എടുക്കുന്നത് മാത്രമാണോ സ്കൂളിലെ ടീച്ചേഴ്സ് ചെയ്യുന്നത്? എക്സാം അറ്റൻഡ് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കണം, ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് നോക്കണം, മറ്റു നിങ്ങളുടെ അസൈൻമെന്റ്സ്, പ്രൊജക്ട് അല്ലെ? ഇതെല്ലാം. അപ്പൊ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിലധികം കഴിവുകളാണ് അവിടെ പുറത്തെടുക്കുന്നത്. ഓക്കെ, ഇതാണ് സ്കിൽ വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ സ്കിൽ വെറൈറ്റി എന്താണെന്ന്? ഓക്കെ, അപ്പോ സ്കിൽ വെറൈറ്റി. ദെൻ സെക്കൻഡ് വൺ
ടാസ്ക് ഐഡന്റിറ്റി ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞു പോകുന്നുള്ളേ, നമ്മൾ ആ പോയിന്റ്സ് മാത്രം മെൻഷൻ ചെയ്ത് പഠിക്കണം. ടാസ്ക് ഐഡന്റിറ്റി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്താണ് ഇപ്പൊ ഒരു ജോലി നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു, കാരണം ഇപ്പൊ നമ്മളൊരു ജോബ് എടുക്കുകയാണ്, സോ അതിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും, നമ്മൾ തന്നെ സ്വയം ഒരു നമ്മളിൽ തന്നെ ഒരു ബോധം ഉളവാക്കുക, അതാണ് ടാസ്ക് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ബോധം നമ്മൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്നത്. ദെൻ ടാസ്ക് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്, അതിന്റെ പ്രാധാന്യം അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ജോലി, ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ പ്രാധാന്യം, നമ്മൾ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാറ് സിഗ്നിഫിക്കൻസ്. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ പ്രാധാന്യം നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. ദെൻ ഓട്ടോണമി എന്ന് വെച്ചാൽ എന്താണ് മലയാളത്തിൽ പറയാ, ഓട്ടോണമി കേട്ടിട്ടില്ലേ നമ്മള്? HRM അല്ലാതെ കോമൺ ആയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ ഓട്ടോണമി, ഒരു സ്വാതന്ത്ര്യം അല്ലെ. അതായത് നമ്മൾ ഒരു ജോലിയിൽ ഒരു വർക്ക് ചെയ്യുമ്പോഴോ ഒരു സ്ഥാപനത്തിലോ ഒരു എംപ്ലോയേഴ്സിന് എത്രത്തോളം അവന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് നിയന്ത്രണങ്ങളുണ്ട് അല്ലെ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഓട്ടോണമി എന്ന് പറയുന്നത് അവന്റെ സ്വാതന്ത്ര്യമാണ്, ആ കമ്പനിയിൽ അവന് എത്രത്തോളം ഉള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഓക്കെ. ദെൻ ഫീഡ്ബാക്ക്, നമുക്കറിയാം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ ജോലികൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഞാൻ ചെയ്തതിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടാണോ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. ഓക്കെ. അപ്പോ ജോബ് ക്യാരക്ടറിസ്റ്റിക്സിൽ 5 സവിശേഷതകളാണ് പറയുന്നത്. സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി ആൻഡ് ഫീഡ്ബാക്ക്. ഓക്കെ. പെട്ടെന്ന് ഒരു 3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാമോ? ആ പോയിന്റ്സ് മാത്രം വായിക്കാനല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 3 പ്രാവശ്യം വായിക്കാം. 5 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് വായിക്കാം. 3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സമയം തരുന്നത്. ഓക്കെ, പെട്ടെന്ന് വായിച്ചു നോക്കി. 3 പ്രാവശ്യം വായിക്കണം. ഏതൊക്കെയാണ് 5 ക്യാരക്ടറിസ്റ്റിക്സ്? എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോന്നല്ല പഠിച്ചോ? 5 പോയിന്റ്സ് എല്ലാവരും പഠിച്ചോ? ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? പഠിച്ചല്ലോ എല്ലാവരും? ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചോളാം. സ്കിൽ വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി ആൻഡ് ഫീഡ്ബാക്ക്. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി നമ്മൾ നോക്കുന്നത്, അപ്പൊ 5 സ്വഭാവ സവിശേഷതകൾ നമ്മൾ കണ്ടു. ഇനി അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്, അതായത് അറിയാലോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന്. മീനിങ് ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ട്. 3 അതിന്റെ മാനസികമായിട്ടുള്ള തലങ്ങൾ. മീനിങ് ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ട്. മീനിങ് ഫുൾനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മള് ജോലി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയില്ലേ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്തോ എന്നുള്ളത് നമ്മുടെ മൈൻഡിലുള്ളൊരിത്. നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ കാണിച്ചോ, അങ്ങനെ തെറ്റുകളൊന്നും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എംപ്ലോയി അവന്റെ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് മീനിങ് ഫുൾനെസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ റെസ്പോൺസിബിലിറ്റി, നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ എംപ്ലോയീസിന് നൽകിയിരിക്കുന്ന ഡ്യൂട്ടികള് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി അവര് ക്ലിയർ ആയിട്ട് ചെയ്തോ. ദെൻ നോളജ് ഓഫ് റിസൾട്ട് അല്ലെ. നോളജ് ഓഫ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തികളും ഇപ്പൊ ആ ഒരു ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസ് ഉണ്ടാകുമല്ലോ, ഈ ഓരോ എംപ്ലോയീസും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസൾട്ട് ആണ്. അവര് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിന് കൊടുത്ത ഡ്യൂട്ടികൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ. ഇപ്പൊ സൈക്കോളജിക്കലി പറയുന്നത് 3 കാര്യങ്ങളാണ്. പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, പോയിന്റ്സ് മാത്രം നോക്കാം കേട്ടോ. മീനിങ് ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, ദെൻ നോളജ് ഓഫ് റിസൾട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 3 കാര്യങ്ങളാണ് സൈക്കോളജിക്കലായിട്ട് പറയുന്നത്.
meaningfulness, responsibility, knowledge of result. Okay. Then ഇനി അതിന്റെ ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് പോയിന്റ് നോക്കാം. മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, absenteeism and turnover. മോട്ടിവേഷൻസ്, എംപ്ലോയീസിന് മോട്ടിവേഷൻസ് ഉണ്ടാകാം, പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റും, ദെൻ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് സംതൃപ്തി ലഭിക്കുന്നു, ദെൻ ആബ്സെന്റിസം സംഭവിക്കാറുണ്ട്. എന്താ ആബ്സെന്റിസം എന്ന് പറയുന്നത് ഇവിടെ? ആബ്സെന്റിസം അതായത് എംപ്ലോയീസ് റെഗുലർ ആയിട്ട് വരാതിരിക്കുക, ഒരുപാട് ലീവ്സ് കാര്യങ്ങളൊക്കെ വരിക. ദെൻ ടേൺ ഓവർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എംപ്ലോയീസ് ചിലപ്പോ ലീവ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഔട്ട്കംസ് ജസ്റ്റ് അതുപോലെ ആ പോയിന്റ്സ് പഠിക്കുക കേട്ടോ. മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, ആബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നും കൂടി പറയാം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് മീൻസ് ഈ ഒരു മോഡൽ കൊണ്ടുവന്ന വ്യക്തികളാണ് ഹാക്മാനും ഓൾഡ്ഹാമും. ദെൻ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 1975-ലാണ്. ദെൻ പ്രധാനമായിട്ടും അവർ പറയുന്നത് ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ജോബിന്റെ 5 സ്വഭാവ സവിശേഷതകളും അതിന്റെ 3 സൈക്കോളജിക്കൽ വശങ്ങൾ എന്തൊക്കെയാണ്, ദെൻ അതിന്റെ ഔട്ട്കംസ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു മോഡലിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാം. ആ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഒരു 3 പ്രാവശ്യം ഫ്ലോ ചാർട്ട് വായിക്കണം. വായിക്കുമ്പോൾ മാക്സിമം അത് പഠിച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. ഫസ്റ്റ് തുടങ്ങി വായിക്കണേ. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദെൻ അവരുടെ പേരുകളും അണ്ടർലൈൻ ചെയ്യാം, ഇയറും അണ്ടർലൈൻ ചെയ്തോളൂ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ദെൻ ഫ്ലോ ചാർട്ട് പഠിച്ചോ? അത്യാവശ്യം കുറച്ചെങ്കിലും പഠിച്ചല്ലോ അവരോ? 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചോ? ദെൻ 3 സൈക്കോളജിക്കൽ, മീനിങ്ഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി, നോളജ് ഓഫ് റിസൾട്ട്. ദെൻ അതിന്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ, അബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇന്ന് തന്നെ മാക്സിമം പഠിക്കാത്തവര് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. നമ്മൾ ഈ ജോബ് ഡിസൈനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. അപ്പൊ നമ്മൾ ജോബ് ഡിസൈൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് ജോബ് ഡിസൈൻ? പഠിച്ചോ? എന്താ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാം? ഒറ്റ വാക്കിൽ എന്താ പറയാൻ പറ്റുക ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്? പെട്ടെന്ന് കമന്റ് ചെയ്ത അതൊക്കെ നമ്മൾ കുറെ ദിവസമായി തന്നെയല്ലേ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ വാക്കിൽ എന്ത് പറയാം? ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് അല്ലേ? ആ എംപ്ലോയീസിന്റെ ആ കമ്പനിയിലെ ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം. ഓക്കെ, നോക്കാട്ടോ. ജോബ് ഡിസൈൻ. ഇനി അതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ ജോബ് ഡിസൈനിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ജോബ് ഡിസൈൻ is a very important because this is the process which makes sure that job remains updated and is relevant to the employee. ഈ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണെന്ന്. എന്തുകൊണ്ടാണ്? which makes sure that the job remains updated and relevant to the employees. ജോലിയെ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസ് റിലവന്റ് ആണെന്ന്, എംപ്ലോയീസിനോട് പ്രസക്തി ഉണ്ടെന്ന് കാണിക്കുന്നതാണ് இந்த ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെ? ജോലിയുടെ വിവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ഡെയിലി ആ ജോബ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളൊരു അറിയിക്കാനും അതോടൊപ്പം തന്നെ എന്താണ്
എംപ്ലോയീസ് റിലവന്റ് ആണെന്ന്, എംപ്ലോയീസിന് അവിടെ ഒരു പ്രസക്തമാണെന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രോസസ് ആണ് ഇത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. The primary objective here is to minimize dissatisfaction which comes while doing the job on a daily basis. Underline cheyato. The primary objective, endine primary objective, job design the primary objective. Endana primary objective? Minimize dissatisfaction. അതായത് നമ്മൾ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനെ, ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തിയെ കുറയ്ക്കുക എന്നതാണ് എന്ത് ജോബ് ഡിസൈനിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ പറഞ്ഞ ജോലിയെ കുറിച്ചുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എനിക്ക് എന്തൊക്കെ കഴിവുകൾ വേണം, അല്ലേ? അപ്പൊ ജോലിയുടെ ഒരു വിവരണം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നമുക്ക് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ജോബ് ഡിസൈനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ അസംതൃപ്തി കുറയ്ക്കുക, ഡിസാറ്റിസ്ഫാക്ഷൻ. അസംതൃപ്തി കുറയ്ക്കാം. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മളുടെ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ട വർക്കുകൾക്ക്, ഞാൻ പ്രയോഗിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്, അല്ലെ? ഞാൻ കമ്പ്യൂട്ടർ സ്കിൽസ് വേണോ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഫണ്ട് കൊളക്ട് ചെയ്യാനുള്ള കഴിവ് വേണോ, മറ്റ് കാൽക്കുലേഷനിലുള്ള കഴിവ് വേണോ, എന്തൊക്കെയാണോ എന്റെ ജോലി വിവരണം, അപ്പൊ എനിക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് സ്വയം നമുക്ക് അത് വിലയിരുത്താൻ സാധിക്കും. സോ ഇങ്ങനെ ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനെ സംതൃപ്തിപ്പെടുത്തുക എന്നതാണ്. ഓക്കെ, മിനിമൈസ് ചെയ്യാം, കുറയ്ക്കുക. Then the dissatisfaction can lead to employee leaving in the organization and causing issues for the company. ഒരു ജോലിയിലോ, ഇപ്പൊ ഒരു ജോലിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കുമോ? അങ്ങനെയാണോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ തന്നെ മീൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഭയങ്കര വർക്ക് ലോഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് അവേഴ്സ് ഒരുപാട് ഉണ്ടാകും, പിന്നെ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ജോബ് ആ ഒരു അന്തരീക്ഷമായിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന വർക്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ലീവ് ചെയ്യാൻ നോക്കും. ലീവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യും. സോ ഇവിടെ പറയുന്നത് അതാണ്, ഡിസാറ്റിസ്ഫാക്ഷൻ. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, എംപ്ലോയി അവിടെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? എംപ്ലോയി ലീവ് ചെയ്ത് പോകുന്നു. അതായത് അവിടുന്ന് എംപ്ലോയി പിരിഞ്ഞു പോയിട്ട് എംപ്ലോയിയുടെ വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കും. സോ എംപ്ലോയി ലീവ് ചെയ്യുന്നത് ഓർഗനൈസേഷനും ആ കമ്പനിക്കും ഇഷ്യൂ ആണെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു സ്റ്റാഫ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിരിക്കാം അത്യാവശ്യം, അല്ലേ? അപ്പൊ ആർക്കാണ് നഷ്ടം വരുന്നത്? കമ്പനിക്ക് തന്നെയാണ്. ഓക്കെ, സോ job design has the primary responsibility of regularly updating the job. അതിനാൽ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജോബ് ഡിസൈനിന്റെ മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജോബിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതായത് വർക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ ജോബ് ഡിസൈൻ അവിടെ തയ്യാറാക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പാരഗ്രാഫ് എന്താണ് ജോബ് ഡിസൈനും അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങളാണ് പറഞ്ഞത്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന്റെ അസംതൃപ്തിയെ കുറയ്ക്കുക, അവർക്ക് സംതൃപ്തി സാറ്റിസ്ഫൈഡ് ആക്കുകയാണ്. പിന്നെ പറയുന്നത് എന്താണ്? സാറ്റിസ്ഫൈഡ് അല്ലാത്ത എംപ്ലോയി ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? കമ്പനിയിൽ നിന്ന് അവർ ലീവ് ചെയ്ത് പോകും. ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും കുറച്ച് പോയിന്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ജോബ് ഡിസൈനിന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്, 10 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോയിന്റ്സുകൾ 10 കൃത്യമായിട്ട് പഠിക്കുക. ഡയറക്റ്റ് ചെയ്തിട്ടില്ലേ? ആ പോയിന്റ്സുകൾ കൃത്യമായിട്ട് ആ പേരുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഓരോ പോയിന്റും ഉള്ളിലുള്ള കാര്യം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ പോയിന്റ്സ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? മെയിൻ പോയിന്റ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഉള്ളിലുള്ളത് നമുക്ക് വായിച്ചാൽ കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ ഒരു 1-2 തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നോക്കാം. അപ്പോ സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈനിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ജോബ് ഇവാലുവേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നത്. ജോബ് ഇവാലുവേഷൻ ഫസ്റ്റത്തെ പോയിന്റ് ആണ്. ജോബ് ഇവാലുവേഷൻ
information about the job design is needed for job evaluation, which is the process of comparing the job with other jobs in an organization to access the proper grade. അല്ലേ? നമുക്ക് ജോബ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് ഈ ജോബ് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമുക്കറിയാം ശരിയായിട്ടുള്ള ഇപ്പൊ ഒരു എംപ്ലോയറിന്റെ ഒരു ഗ്രേഡ് വിലയിരുത്താനായിട്ട് നമ്മൾ പ്രൊമോഷൻ കണക്ക് പറയില്ലേ, എംപ്ലോയീസിന്റെ പെർഫോമൻസും അവരുടെ പെർഫോമൻസ് നിലവാരമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ എംപ്ലോയീസിന്റെ ശരിയായിട്ടുള്ള ഒരു ഗ്രേഡ് വിലയിരുത്താനും അതുപോലെ തന്നെ എന്താണ് വിച്ച് ഈസ് പ്രോസസ് ഇൻ കമ്പയറിംഗ് ജോബ് വിത്ത് അതർ ജോബ്സ്, ആ കമ്പനിയിലെ തന്നെ മറ്റ് ജോബുകളുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമ്മളെ ജോബ് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ജോബ് ഇവാലുവേഷൻ വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ജോബ് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആ ജോബ് വിവരണത്തിന് നോക്കിക്കൊണ്ട് ജോബ് ഡിസൈൻ നോക്കിയിട്ട് നമുക്ക് ഗ്രേഡ് കൃത്യമായിട്ടും ശരിയായിട്ട് ഗ്രേഡ് വിലയിരുത്താനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഓരോ എംപ്ലോയീസിന്റെ. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ജോബ് ഇവാലുവേഷൻ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, നിങ്ങളൊന്ന് മാക്സിമം എളുപ്പം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? കുറെ പേർക്കൊന്നും റെസ്പോൺസ് ഇല്ലാലോ. മനസ്സിലാവാതിട്ടാണോ? മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ. ഓക്കെ, മെയിൻ പോയിന്റ്സ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. 10 പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദെൻ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും, കുഴപ്പമൊന്നുമില്ല. 1-2 തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. The process gives you a better understanding about the job that needs to be filled and helps. അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു ജോബ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ജോബ്. നമ്മുടെ ജോബ് എന്താണെന്നുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. അല്ലെ, ഇപ്പൊ ഞാൻ ആ ജോലിയിലേക്ക് എനിക്ക് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്, അപ്പൊ അതൊക്കെ എല്ലാം ജോബ് ഡിസൈനിൽ ഉണ്ടാകും. ദെൻ നീഡ്സ് ടു ബി ഫിൽ ആൻഡ് ഹെൽപ്സ്. ഇനി മറ്റേ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ജോബ് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നത്? The selection panel identifies the job requirements, selection criteria. ഇപ്പോ സെലക്ഷൻ പാനലിൽ ഇരിക്കുന്നവരെ ഇപ്പൊ നമ്മള് ജോലിയിലേക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു പാനലിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ കമ്പനിയില്. സോ അവർക്ക് എങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? ജോലിയുടെ വിവരണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയ കൊടുക്കാൻ പറ്റും. ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിച്ചാൽ മനസ്സിലായല്ലോ. അതായത് ഇപ്പോ ഇന്റർവ്യൂ നടത്തണോ, ചിലപ്പോ ടെസ്റ്റ് നടത്തണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കാനും. Write the job advertisement, develop interview questions and access the best applicant for the job. അല്ലെ, അതോടൊപ്പം തന്നെ അവർക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാനും ദെൻ ഇന്റർവ്യൂ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനും ദെൻ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കന്റിനെ നമുക്ക് കൃത്യമായിട്ടുള്ള ആപ്ലിക്കൻസിനെ ഒക്കെ തിരഞ്ഞെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ജോലിയെ കുറിച്ചുള്ള ഒരു വിവരണം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏത് ഫീൽഡ് ആണോ അതിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ അതുമായിട്ട് നമ്മൾ ഏത് വിഭാഗത്തിലേക്കാണോ നമ്മൾ ജോലിക്ക് പോകുന്നത്, സോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ ടീച്ചർ എടുക്കുന്ന സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന് ഇന്റർവ്യൂ നമ്മൾ പോയിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെ, അതുപോലെ മറ്റേത് ഫീൽഡിൽ നമ്മൾ പോകുമ്പോഴും അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇപ്പൊ നിങ്ങളൊരു അക്കൗണ്ടിന്റെ വേക്കൻസിക്കാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം നമ്മൾ ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നത്. അല്ലേ, ആണോ? ആണോ? അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് അക്കൗണ്ട് അതിന്റെ ഒരു ഡെഫിനേഷൻ എങ്കിലും നമ്മൾ നോക്കും. അല്ലെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ജോബ് ഡിസൈനിലൂടെ ഹെൽപ്ഫുൾ ആണെന്ന്. അതായത് ഇന്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനും വിവരണം ഉണ്ടാവുമല്ലോ, ഇന്ന ജോബിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ പാനലിൽ ഇരിക്കുന്ന വ്യക്തികൾ. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് ജോബ് ആപ്ലിക്കൻസ് ടു ഡിസൈഡ് ഇഫ് ദേ ഷുഡ് അപ്ലൈ ഫോർ ജോബ് ആൻഡ് ടു പ്രിപ്പയർ ഫോർ സെലക്ഷൻ പ്രോസസ്. അല്ലെ, അതുപോലെ തന്നെ നമുക്ക് ജോബ് ആപ്ലിക്കൻസിനും ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ജോബ് ഡിസൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അല്ലെ, നമുക്കത് ഡിസൈഡ് അവിടെ തീരുമാനിക്കാമെന്ന്, ആപ്ലിക്കേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണ്, സെർച്ച് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ എനിക്ക് തോന്നുന്നു
നമുക്ക് ഒത്തിരി ജോബിന് വേണ്ടിയിട്ടുള്ള കുറെ ആപ്പുകളൊക്കെ ഉണ്ട് അല്ലെ, പിന്നീട് OLX, പിന്നെ അതുപോലെ ഒരുപാട് ആപ്പ് വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ, എന്തൊക്കെയാണ് ട്വിറ്റർ അല്ലെ, അങ്ങനെയുള്ള ഇതിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു ജോബ് കണ്ടു, അപ്പൊ നമ്മൾ അതും ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ചിലതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നോക്കിയിട്ടുണ്ട്. യെസ്. അപ്പൊ അതിനകത്ത് ജോബ് ഡിസൈനിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇല്ലേ? കാണാറില്ലേ നിങ്ങള്? ഇനി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ എന്തെങ്കിലും ഒരു ജോബിന്റെ എന്തെങ്കിലും കഴിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും ആ ജോബിന്റെ. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വിവരണം പോലെ എഴുതിയിട്ടുണ്ടാവും. റോളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അതിൽ ജോബ് ഡിസ്ക്രിപ്ഷനിലായിരിക്കും, ചിലപ്പോൾ ഡിസൈനിലായിരിക്കില്ല കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആണോ? നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യോ? നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ടോ? ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഫീൽഡ് വർക്കിന് പോകേണ്ടതായിട്ട് വരും. നമുക്കൊരു 2 വീലർ ഓടിക്കാൻ അറിയാത്ത ആളാണ്, നമുക്ക് ലൈസൻസ് പോലും ഇല്ല എങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യോ? ഇല്ല. അതുപോലെ അവിടെ കൃത്യമായിട്ടും നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം ഉണ്ടാവും ഈ ജോബ് ഡിസൈനിൽ. സോ അപ്പോ ആപ്ലിക്കന്റിനെ ഡിസൈഡ് ചെയ്യാവുന്ന, നമുക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ ഇതൊക്കെയാണ് ഈ ജോലി ചെയ്യുന്നത്, സോ എനിക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ജോബ് ആപ്ലിക്കന്റ് ടു ഡിസൈഡ്, ജോബ് ആപ്ലിക്കന്റ് തീരുമാനിക്കാന്ന് ജോലിയിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്സ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. The information helps employees to understand the requirements of their role, understand the needs of other roles in an organization, and recognize the abilities necessary for their chosen profession. Wait, the information helps. ഏത് ഇൻഫോർമേഷൻ? ജോബ് ഡിസൈനിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ് റിക്വയർമെന്റ്സ് ദെയർ റോൾ അല്ലെ, എംപ്ലോയീസിന് അവന്റെ ജോലി അവന്റെ റോള് ചെയ്യാനായിട്ടുള്ള റിക്വയർമെന്റ്സ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ്, അവന്റെ ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then recognize abilities necessary for their chosen professions. അല്ലെ, എന്താണ് പറയുന്നത്? തിരഞ്ഞെടുത്ത ജോലിയുടെ കഴിവുകൾ, അവൻ എന്തൊക്കെയാണ് അവന്റെ എബിലിറ്റീസ്, കഴിവുകൾ മനസ്സിലാക്കാനും കഴിയുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ കമ്പ്യൂട്ടർ നോളജ് വേണോ, സ്കിൽസ് വേണോ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ജോബ് ഡിസൈനിലൂടെ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെയിൻ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ആദ്യത്തെ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജോബ് ഇവാലുവേഷനും റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, 3 എണ്ണം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഉള്ളിലുള്ള കാര്യം മനസ്സിലാക്കി വായിക്കണേ. എന്നിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മൂന്ന് പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 3 പോയിന്റും വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഫസ്റ്റത്തെ 3 പോയിന്റ് ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത പോയിന്റിലോട്ട് പോകാലോ. നോക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ്. Clearly defined roles allow managers and staff to develop shared understanding of work performance expectations. Capability benchmark helps them identify and meet their professional development needs. Performance management. അതായത് ഇവിടെ പറയുന്നത് clearly defined roles allow managers and staff. അല്ലെ, ജോബ് ഡിസൈനിൽ ക്ലിയർ ആയിട്ട് ഓരോരുത്തരുടെയും റോൾ എന്തൊക്കെയാണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അണ്ടർസ്റ്റാൻഡ് ഓഫ് വർക്ക് പെർഫോമൻസ് എക്സ്പെക്ടേഷൻ. സോ നമ്മളുടെ വർക്ക് പെർഫോമൻസ് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ റോളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡ്യൂട്ടികൾ അവിടെ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ വർക്ക്, നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. Then capability benchmark help them identify meet their professional development. അപ്പോൾ നമ്മളുടെ പെർഫോമൻസ്, നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനും പ്രൊഫഷണൽ വികസനത്തിനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മളുടെ പെർഫോമൻസ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? മീൻസ് കുറച്ച് സെന്റൻസ് വളച്ചൊടിച്ചൊക്കെ തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കുന്നത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. കാര്യം മനസ്സിലാക്കി വായിക്കുക. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റോൾസും കാര്യങ്ങളൊക്കെ വിവരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പെർഫോമൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ? സെന്റൻസ് കുറച്ച് ഇത്തിരി എന്താ പറയാ കടുകട്ടിയായിട്ടുള്ള വേർഡ്സ് നമുക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ വായിക്കുമ്പോ, അല്ലെ? എന്തിനാ ഇത്ര വളച്ചൊടിച്ച് കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിച്ചോ? ആരും ചിന്തിച്ചില്ല? എല്ലാവർക്കും എളുപ്പമായിരുന്നോ? നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ അത് കിട്ടില്ല, അങ്ങനെയാണത്, അല്ലെ? നമ്മൾ HR കമേഴ്സും അങ്ങനെയുള്ള കുറച്ച് ടേമുകളൊക്കെയാണ് അത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിനെ സിമ്പിൾ ആക്കിയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. റിവാർഡ് ആണ് റെക്കഗ്നിഷൻ. റിവാർഡ് അറിയാലോ, റെക്കഗ്നിഷൻ വെച്ചാൽ എന്താണ്? അംഗീകാരം, അല്ലെ? നമ്മളുടെ പെർഫോമൻസിനെക്കുള്ള അംഗീകാരം. വെൽ ഡിഫൈൻഡ് capability standards simplify the process of evaluating work performance which is above expectations. അല്ലെ, നമുക്കറിയാം ഓരോരുത്തരും അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുന്നു, അല്ലെ? ഓരോ എംപ്ലോയീസും മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നു. then അവർക്ക് അതിനുള്ള അംഗീകാരം, റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നു. then workforce planning നോക്കാം. when all the individual roles in the organizations are considered together should meet the organization's capability needs. എന്താണ് പറയുന്നത്? വർക്ക് ഫോഴ്സ്, അതായത് കമ്പനിയിൽ, ഒരു കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിന്റെയും റോളുകളൊക്കെ ഒരുമിച്ച് പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അതായത് കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിന്റെ വർക്കുകൾ, വർക്ക് ഫോഴ്സ് പ്ലാനിങ് ഒന്നിച്ചിട്ട് പ്ലാൻ ചെയ്യുകയാണ്. എല്ലാ എംപ്ലോയീസിനും ഇത്ര വർക്കുകൾ ചെയ്യണം, അല്ലെങ്കിൽ ഓരോ വർക്കുകൾ അസൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നു മൊത്തത്തിൽ ടോട്ടൽ ആയിട്ട്. സോ അത് കമ്പനിയുടെ ആവശ്യങ്ങളും കൂടി നമുക്ക് നിറവേറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ്. ഓക്കെ, workforce planning. Then work allocation planning. രണ്ടും തമ്മിൽ മാറി പോകരുത്. അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. Managers can make sure that the work relates to the organization core business and is correctly allocated. അല്ലേ, അതായത് എന്താണ് പറയുന്നത്? ഓരോ പേഴ്സണിനും വർക്ക് എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഒരു മീൻസ് കുറച്ച് എംപ്ലോയീസിന് ഏതെങ്കിലും ഒരു രീതിയിൽ വർക്ക് കൊടുക്കുക, ബില്ലിംഗ് സെക്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു സെക്ഷനിൽ കൊടുക്കുക, അങ്ങനെ വർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആണോ? വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിന് ടോട്ടൽ ആയിട്ട് ഒരുമിച്ച് വർക്ക് കൊടുക്കുന്നു. കമ്പനിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് മൊത്തത്തിൽ വർക്ക് കൊടുക്കുന്നു. വർക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസിനെയും നമ്മൾ ഡിഫറെന്റ് ടാസ്കുകളൊക്കെ കൊടുക്കില്ലേ, അങ്ങനെ ഓരോ എംപ്ലോയീസിനും സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാൻ അലോക്കേഷൻ നെക്സ്റ്റ് പ്ലാനിങ് കൊടുക്കുന്നു. അതായത് സെപ്പറേറ്റ് ജോബുകൾ കൊടുക്കുന്നു അവർക്ക്. ഇതെല്ലാം മാർക്ക് വേണ്ടിയിട്ടാണ്.
കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, കമ്പനിയുടെ ലാഭത്തിന് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ദെൻ വായിച്ചു നോക്കി. മൂന്നാമത്തെ വരയിൽ നമ്മൾ വായിച്ചത് ഇനി പെർഫോമൻസ് മാനേജ്മെന്റ്, റിവാർഡ്, വർക്ക് ഫോഴ്സ് പ്ലാനിങ്, വർക്ക് അലോക്കേഷൻ. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 4 പോയിന്റ് ഉണ്ട്. ചെറിയ പോയിന്റ് ആണ് വായിപ്പിക്കുന്നത്. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വായിച്ചു നോക്കാം കേട്ടോ. മെയിൻ പോയിന്റ് പഠിക്കുക, ദെൻ ഉള്ളിലുള്ളത് മനസ്സിലാക്കി വായിച്ചു പോകാം. ഓക്കെ, നാല് പോയിന്റ് ആണ്. കംപ്ലീറ്റ് ചെയ്തില്ലേ? 4 പോയിന്റ്: പെർഫോമൻസ് മാനേജ്മെന്റ്, ദെൻ റിവാർഡ് ആൻഡ് റെക്കഗ്നിഷൻ, വർക്ക് ഫോഴ്സ് പ്ലാനിങ്, വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. ക്ലിയർ ആണോ? 4 പോയിന്റ് വായിച്ചിട്ട് സെന്റൻസ് കുറച്ച് കടകെട്ടി വേർഡ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഓർക്കണ്ട, മനസ്സിലാക്കി പഠിച്ചു പോകാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ് എല്ലാവർക്കും? വായിച്ചിട്ട് ടീച്ചർ മാക്സിമം എളുപ്പത്തിലാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് കേട്ടോ. സിമ്പിൾ ആക്കിയിട്ടാണ്. ഒരുപാട് ഞാൻ ഇനി അതിനൊരുപാട് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതും കൂടി പോകും. ഓക്കെ, അപ്പോ നോക്കാം. ഇനി അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. 8ാമത്തെ പോയിന്റ്: ഡിസിഷൻ ഓൺ ട്രെയിനിങ് ഇൻവെസ്റ്റ്മെന്റ്. Individual and organizational training are better targeted. Clear? അതായത് എന്താണ്? ഒരു നമ്മൾ പറഞ്ഞു വ്യക്തിപരവും സംഘടനാപരമായിട്ടുള്ള ട്രെയിനിങ്സിനെയാണ് നമ്മളവിടെ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നതെന്ന്. അതായത് എന്താണ് പറയുന്നത്? ഡിസിഷൻ ആൻഡ് ട്രെയിനിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ, വ്യക്തിപരവും അല്ലെങ്കിൽ കമ്പനിക്ക് പരമായിട്ടുള്ളത്, ഓർഗനൈസേഷൻ പരമായിട്ടുള്ള ലക്ഷ്യങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ടും ട്രെയിനിങ്, അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ആണ് കൊടുക്കുന്നതെന്ന്. വ്യക്തിപരമായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ളതും കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. Ensuring workforce safety. The information may help identify threatening conditions, unhealthy environments, or unsafe work practice processes which needs to be addressed. It also be used to identify return to work solution as part of a recovery plan. ഇപ്പൊ നമ്മള് ജോബ് ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയാണ് നമ്മുടെ വർക്ക് കണ്ടീഷൻ, എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ റോൾ എന്നൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും. സോ അത് നമ്മൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഐഡന്റിഫൈ ത്രെട്ടനിങ് കണ്ടീഷൻ. ത്രെട്ടനിങ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപകടകരമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ചില വർക്കുകൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഭയങ്കര റിസ്ക് ഉള്ള ജോലികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടോ? എല്ലാ ജോബും എപ്പോഴും എന്താണ് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണോ? പല രീതിയിലും അല്ലെ, പല മേഖലകളിലും വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. സോ അങ്ങനെയുള്ള ഇപ്പൊ അൺഹെൽത്തി എൻവയോൺമെന്റ്സിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. സോ അവർ അൺസേഫ്, അവർ സേഫ് അല്ലായിരിക്കും, ചിലപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സേഫ് അല്ലായിരിക്കാം. വിച്ച് നീഡ് ടു ബി അഡ്രസ്ഡ്. അപ്പൊ ഇതിനെല്ലാം മനസ്സിലാക്കാനും നമുക്ക് ഓൾറെഡി ജോബ് ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നതൊക്കെയാണ് വർക്ക് അല്ലെ. അപ്പൊ നമ്മളുടെ അതിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ദെൻ അൺസേഫ് ആയിട്ടുള്ള പ്രക്രിയകളൊക്കെ വരുമ്പോൾ അത് മനസ്സിലാക്കാനും, ദെൻ റിസ്ക് ഉണ്ടോ? ഇറ്റ് മേ ഓൾസോ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ റിട്ടേൺ ടു വർക്ക് സൊല്യൂഷൻ ആസ് എ പാർട്ട് ഓഫ് റിക്കവറി പ്ലാൻ.
അതായത് അൺസേഫ് ആയിട്ടുള്ളതിലൊക്കെ നമുക്ക് റിസ്ക് ഒക്കെ വരും, ചിലപ്പോ അപകടങ്ങളൊക്കെ സംഭവിക്കാം അല്ലെ. സോ ഇങ്ങനെ റിസ്ക് ഒക്കെ വരുമ്പോൾ അത് റിക്കവറി ചെയ്യാനായിട്ടുള്ള പ്ലാൻ, അതും എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോ എന്തെങ്കിലും കമ്പനിയിൽ വെച്ച് ഇപ്പോ എന്തെങ്കിലും പരിക്കുകളോ അപകടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള പ്ലാനുകൾ, റിക്കവറി പ്ലാൻ ഉണ്ടാവും. റിക്കവറി പ്ലാൻ എന്ന് വെച്ചാൽ അറിയാലോ, മെഡിക്കൽ ഇൻഷുറൻസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കമ്പനിയുടെ ഉള്ളിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കമ്പനി തന്നെയായിരിക്കും ചിലപ്പോൾ ഏറ്റെടുക്കുന്നത്, ചികിത്സയും കാര്യങ്ങൾ. സോ അവർക്ക് പ്രത്യേകമായ എംപ്ലോയീസിന് മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഈ ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജോബ് ഡിസൈനിലൂടെ. ഓക്കെ, റിസ്ക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ റിസ്ക് ആയിട്ടുള്ള എൻവയോൺമെന്റ്, അല്ലെങ്കിൽ എന്താണ് അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങളും. ദെൻ എനിവേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, റിസ്ക് ഉണ്ടെങ്കിൽ അതിനുള്ള റിക്കവറി പ്ലാനുകളും നമുക്ക് അറിയാൻ സഹായിക്കുന്നു. ക്ലിയർ ആണ് ആ പോയിന്റ്? വർക്ക് ഫോഴ്സ് സേഫ്റ്റി, അതായത് കമ്പനിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർ തന്നെ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നത്, റിക്കവറി പ്ലാൻ കൂടി ഉണ്ടെന്ന് കമ്പനിക്കുള്ളിൽ തന്നെ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, workforce equity and diversity. The process may also identify ways of improving workforce equality. Means equity എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തുല്യമായിട്ടുള്ള തൊഴിലിന്റെ തുല്യത, അതായത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെയുള്ള തുല്യത മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. അതായത് നമുക്ക് ജോബ് വിവരണം നമുക്ക് അറിയാൻ പറ്റും, എങ്ങനെയാണ് ഓരോരുത്തരുടെ ഡ്യൂട്ടികൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള വർക്കുകളും മറ്റും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ ആണ്. അതിൽ മെയിൻ ആയിട്ട് 10 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ജോബ് ഇവാലുവേഷൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, കരിയർ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, reward and recognition, workforce planning, work allocation planning, decision on training investments, ensuring workforce safety, workforce equity and diversity. Okay, 10 പോയിന്റ്സ് ആണ്. 10 പോയിന്റ്സുകള് ആ മെയിൻ ആയിട്ടുള്ള 10 പോയിന്റ് പഠിക്കാലോ. അത് ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനായിട്ട്? ഉണ്ടോ? ഇല്ലാലോ, അത് പഠിക്കണം കേട്ടോ. ഇതിനുള്ളിലുള്ള കാര്യം പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കി പഠിക്കുക. 1-2 തവണ വായിക്കുക. ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, ഷുവർ ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയാണ്, നമുക്ക് എളുപ്പത്തിൽ വായിക്കുന്ന മീൻസ് ഒരു കൊമേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ HR എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേംസും കോൺസിക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 1-2 പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ അത് വായിക്കുമ്പോൾ മനസ്സിരുത്തി മനസ്സിലാക്കി വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് നിങ്ങൾ വായിച്ചോളൂ. നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ വായിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾ അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ വരും. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് മീൻസ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന എക്സാമ്പിൾ ഒക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകള്. സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ, ജസ്റ്റ് ആ പോയിന്റ്സ് ഇല്ലേ 10 പോയിന്റുകൾ മാത്രം ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? പോയിന്റ്സ് മാത്രം വായിച്ചാൽ മതി കേട്ടോ. 10 പോയിന്റ്സുകൾ സിഗ്നിഫിക്കൻസ്.
ഓക്കെ, പോയിന്റ്സ് 10 പഠിക്കാം കേട്ടോ. then ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. then next one, approaches of job design. job designsന്റെ approaches സമീപനങ്ങൾ എന്തൊക്കെയാണെന്ന്. there are 5 main approaches to job design. they are following. നോക്കാം. അപ്പോൾ ജോബ് ഡിസൈനിൽ പ്രധാനമായിട്ടും 5 അപ്രോച്ചസ് ആണ്. സമീപനങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? അപ്പൊ 5 സമീപനങ്ങൾ പേരുകൾ മാത്രം നമുക്ക് ആദ്യം നോക്കാം. വർക്ക് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഇതൊക്കെയാണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, 5 അപ്രോച്ചസ് ആണ്. ഇത് നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ. വർക്ക് സിംപ്ലിഫിക്കേഷൻ. എന്താണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. എന്തായിരിക്കും? ടെക്സ്റ്റ് നോക്കാതെ തന്നെ പറയാൻ പറ്റുമോ? ടെക്സ്റ്റ് നോക്കാതെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ? ആരും ടെക്സ്റ്റ് നോക്കണ്ട കേട്ടോ. ജോബിനെ പാർട്ടാക്കി മാറ്റുന്നത് അല്ലെ? അത് തന്നെ ഇവിടെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ജോബിനെ എന്ത് ചെയ്യുന്നു? വർക്കിന് നമ്മൾ ബ്രോക്കൺ ആയിട്ട് കൊടുക്കുന്നു. മീൻസ് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് ബ്രോക്കൺ ആയിട്ട് പാർട്ടായിട്ട് ഓരോ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ജോബ് എൻലാർജ്മെന്റ്. എന്താണ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ജോബ് എൻലാർജ്മെന്റ്? എൻലാർജ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻലാർജ്മെന്റ്? എന്തായിരിക്കും? ജോബ് ഒന്നും കൂട്ടിക്കൊടുക്കുക അല്ലെ? കുറച്ചും കൂടി അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂട്ടിക്കൊടുക്കുക, കുറച്ചും കൂടിയുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ജോബ് റൊട്ടേഷൻ പറഞ്ഞോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. നിങ്ങൾ എനിക്കറിയില്ല, തെറ്റിപ്പോകുന്നു വിചാരിച്ച് പലരും പറയാതിരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടേ? നമ്മളെല്ലാം ടെക്സ്റ്റ് ചെയ്ത് നോക്കി. ഇത്രയും നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റും, സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഇനി ജോബ് റൊട്ടേഷൻ എന്താണ്? ചേഞ്ചിങ് പൊസിഷൻസ് അല്ലെ? ഓരോ പൊസിഷൻസുകളിൽ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ജോബ് എൻറിച്ച്മെന്റ്. എൻറിച്ച്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ജോബ് എൻറിച്ച്മെന്റ്. എൻറിച്ച്മെന്റ് എന്ന് വെച്ചാല് കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറയില്ലേ? അതായത് എല്ലാ ജോബുകളും കൂടി ഒന്നിപ്പിക്കുക. ലാസ്റ്റ് വൺ, ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ടീം ബേസ്ഡ് ആയിട്ട് നമ്മുടെ ജോബ് ഓരോ കാര്യങ്ങളും ഓരോ ടീമിനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾ പറഞ്ഞത് എനിക്കറിയാം. ഇനി നമുക്ക് നോക്കാം അപ്രോച്ചസ് ഓഫ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈന് പ്രധാനമായിട്ടും 5 അപ്രോച്ചസ് ആണുള്ളത്. വർക്ക് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ്, job rotation, then job enrichment, team based job design. By ഇത് 5 points, 5 approaches പഠിക്കണം. വർക്ക് സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3J എന്ന് ഓർത്ത് വെക്കുക. അതായത് ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്. 3J എന്ന് ഓർത്ത് വെക്കുക ജോബിന്റെ. ഓക്കെ, then team based job design. വർക്ക് സിംപ്ലിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, assumes that work can be broken down into simple repetitive tasks that maximize efficiency. അല്ലെ? നമ്മൾ വർക്കിനെ എന്ത് ചെയ്യുന്നു? ബ്രോക്കൺ ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് ബ്രോക്കൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് റിപ്പീറ്റേറ്റീവ് വീണ്ടും അത് ആവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇനി മാക്സിമൈസ് എഫിഷ്യൻസി, നല്ല രീതിയിൽ നമുക്ക് കാര്യക്ഷമതയോടുകൂടി നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. Then job enlargement, the process of expanding job duties. അല്ലെ? എക്സ്പാൻഡ് എങ്ങനെയാണ്? ചുമതലകൾ എംപ്ലോയീസിന് കുറച്ചും കൂടി ചുമതലകൾ കൊടുക്കുക, കൂട്ടിക്കൊടുക്കുന്നതാണ് ചുമതലകൾ. Then job rotation, the process of rotating workers among different narrowly defined tasks without disrupting the flow of work. അല്ലെ? ആ ഒരു വർക്കിന്റെ ഫ്ലോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, പൊസിഷൻ മാറ്റാന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു. ഇതുപോലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരെ മറ്റൊരു പൊസിഷനിലോട്ട് മാറ്റാം, ചേഞ്ച് വരുത്താൻ അവർ ചെയ്യുന്ന വർക്കില്. അത് അവരുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുത്താതെ തന്നെ അവർക്ക് ആ ഒരു വർക്ക് പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. Then job enrichment, the process of putting specialized tasks
back together so that one person is responsible for producing a whole product or an entire service. അല്ലേ? അതായത് നമ്മൾ അതിനോട് പറയുന്നത് ഒരു പ്രത്യേക ജോലികള് ഒരുമിച്ച് ചേർക്കുന്നു എന്ന്. അതായത് ഇപ്പൊ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ജോലികൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു മുഴുവൻ ഒരു ഫുൾ സർവീസ് ആയിട്ട് ഇന്ത്യൻ സർവീസ് ഒരുമിച്ച് കൊടുക്കാന്ന്. എൻറിച്ച്മെന്റ് എന്ന് വെച്ചാൽ ഒരുമിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. അതായത് ടാസ്ക് എല്ലാം ഒന്നിച്ച് കൊടുക്കുക. The last one, team-based job design. Focus on giving a team rather than an individual a whole and meaningful work to be done. ഒരു വ്യക്തിക്കല്ല മറിച്ച് ഓരോ ടീമുകളായിട്ട് നമ്മൾ മാറ്റുന്നു. നമ്മളിപ്പോ ടാർഗറ്റ് ബേസ്ഡ് ജോബ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർ ഓരോ ടീമുകളായിട്ട് മാറ്റും. സോ ആ ടീമിൽ അവർ ഒത്തൊരുമിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓരോ ടീമിന് മറ്റു ടീം ഉണ്ടാകും. സോ നമ്മളുടെ ടീമിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ടീമിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അവർക്ക് അതിനുള്ള പെർഫോമൻസിനുള്ള ഇൻസെന്റീവ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും. സോ ഒരു ടീം വർക്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് അപ്രോച്ചസ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 5 അപ്രോച്ചസുകൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കുക അപ്രോച്ചസ് കേട്ടോ. വർക്ക് സിംപ്ലിഫിക്കേഷൻ, എൻലാർജ്മെന്റ്, റൊട്ടേഷൻ, എൻറിച്ച്മെന്റ്, ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഒന്ന് വായിച്ചു നോക്കിയേ. അപ്രോച്ചസ് വായിക്കാം കേട്ടോ. ജോബ് ഡിസൈൻ. Completed approaches of job design. Clear ആണോ? 5 അപ്രോച്ചസ് ഏതൊക്കെയാണ്? ഓക്കെ, ഇപ്പൊ നമ്മളുടെ ജോബ് ഡിസൈൻ എന്നുള്ള സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ജോബ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ജോബ് ഡിസൈനെ കുറിച്ചും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു സെക്ഷൻ ആണ് ജോബ് അനാലിസിസ്. എന്താ ജോബ് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനാലിസിസ് നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? എന്താ അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ? അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി, വിശകലനം ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക, അതിനെ കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ. ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, അണ്ടർലൈൻ ചെയ്യാ, പേര് നോക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കോട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോ അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ അദ്ദേഹം പറയുന്നത്, job analysis is the process of studying and collecting information relating to the operations and responsibilities of a specific job. ഒരു സ്പെസിഫിക് ജോബ്, ഒരു സ്പെസിഫിക് ജോലിയെ കുറിച്ചിട്ടുള്ള അല്ലെ ആ ഒരു ജോലിയുടെ പ്രവർത്തനങ്ങളും ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനത്തെയാണ് എന്ത് വിളിക്കുക? ആ ഒരു പഠിക്കുന്ന ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെയാണ് ജോബ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. The immediate product of this analysis are job description and job specification. ഇനി ഈ ജോബ് അനാലിസിസിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ജോബ് അനാലിസിസിലൂടെ നമുക്ക് ലഭിക്കുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയെ കുറിച്ചിട്ടുള്ള ഒരു വിവരണവും നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ, അതായത് ഓരോ ഏരിയകൾ ഏതൊക്കെയാണ് സ്പെസിഫിക്കേഷനും ലഭിക്കുന്നത്. ഒരു ജോലിയെ കുറിച്ച്, ഒരു പ്രത്യേക ജോലിയെ കുറിച്ച് നമ്മൾ വിവരങ്ങൾ പഠിക്കുകയും നമ്മൾ എന്ത് ചെയ്യുന്നു?
ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് ഈ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഈ ജോബ് അനാലിസിസിലൂടെ നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും ജോബ് സ്പെസിഫിക്കേഷൻ, ആ ജോലിയുടെ സവിശേഷതകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആണോ ഡെഫിനിഷൻ? പേര് നോക്കണം കേട്ടോ. ചിലപ്പോ എക്സാമിന് ഈ ഡെഫിനിഷൻ തരും നിങ്ങൾക്ക്. ദെൻ റിട്ടൺ ബൈ എന്ന് പറഞ്ഞാലൊക്കെ ചോദിക്കുന്നത് ഇത് ആരുടെ വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്, ആ വ്യക്തിയുടെ പേര് ചോദിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ നോക്കണം. ദെൻ അത് എഴുതിയ വ്യക്തിയുടെ പേരും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് വായിച്ചു നോക്കിയ ഡെഫിനിഷൻ, ജോബ് അനാലിസിസിന്റെ ഡെഫിനിഷൻ വായിക്കാം കേട്ടോ. വായിച്ചെല്ലാവരും ഡെഫിനിഷൻ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇനി ജോബ് അനാലിസിസിന്റെ കൺസെപ്റ്റ് എന്താണ്, ദെൻ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്, ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കാനുണ്ട്. ആ ഫ്ലോ ചാർട്ടിലെ പോയിന്റ്സുകൾ ഇതൊക്കെയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ഇത്രയും മതി അല്ലേ? മതിയോ? കുറെ പേരൊക്കെ വിചാരിക്കണുണ്ടാവും ഇത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ആണോ? വളരെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് പോകുന്നുള്ളൂ. കാരണം അറിയാലോ, നമുക്ക് ഒത്തിരി ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം അത് ഇത്രത്തോളം ചിലപ്പോൾ 1-2 പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുള്ളൂ. അപ്പൊ മാക്സിമം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ നിങ്ങൾക്ക് ബേസ് ഇല്ലാത്തവരുണ്ടാകാം. പക്ഷെ കുഴപ്പമില്ല, 1-2 പ്രാവശ്യം വായിക്കുക. നമ്മൾ ഫസ്റ്റില് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം മതി, പിന്നീട് നമ്മൾ ഓക്കെ ആയിക്കോളും. ചിലപ്പോ നമുക്ക് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ആ ഒരു വിഷയത്തോട് നമ്മൾ പഠിച്ച് നമ്മൾ അതിനകത്തോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പൊ കുറച്ച് പേർക്കൊക്കെ കുറച്ച് ഗ്യാപ്പുള്ളവരോ അല്ലെങ്കിൽ യാതൊരു വെച്ചാറമായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ടെൻഷനാണ് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ആദ്യത്തെ അവർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അല്ലെ? നമ്മൾ എന്തിനാണെങ്കിലും കുറച്ച് കഷ്ടപ്പെടണമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആയിക്കോളും. ഓക്കെ, ഇത് അത്രയും ക്ലിയർ ആണല്ലോ. ഡെയിലി എടുക്കുന്ന ക്ലാസ് പഠിക്കുക, അതാണ് നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നോ? എക്സാമിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയോ കേട്ടോ. ടെൻഷനൊന്നും ആവണ്ട ഇപ്പോ. ഓക്കെ, അതൊക്കെ പറഞ്ഞു തരും, ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ തരും. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലുള്ളൂ. പഠിക്കാം, കൃത്യമായിട്ട് പഠിക്കാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ദെൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം അതങ്ങോട്ട് പഠിച്ചു പോകും ഓരോ ദിവസവും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനായിട്ടോ ക്ലാസ് സംബന്ധമായിട്ടോ? ഇനി ഓക്കെ ആണോ ഇപ്പൊ എല്ലാവരും? ക്ലാസ് ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ക്ലാസ്സുകള്? ചോദിച്ചോളൂ. നമ്മുടെ ഓഫീസ് എവിടെ ആയിട്ടാ വരുന്നത്? നായർ സമാജ ബിൽഡിങ്ങിലാണോ ചേർന്നത്? നമ്മുടെ സിഗ്നലിന്റെ അവിടെ തന്നെ, ചേന്നമംഗലം സിഗ്നലാണ്. എവിടെ? ചേന്നമംഗലം ജംഗ്ഷനാണോ? അതെ, പറവൂര് ആണോ? ഓക്കെ 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 ഓക്കെ. പറവൂര് തന്നെയാണോ വീട്? ഞാൻ ചേന്നമംഗലത്താണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ എടുത്തതൊക്കെ ഒന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am.